ലോക ചാപ്റ്റർ 1 ചന്ദ്ര ലോ ഹൈപ്പിൽ റിലീസ് ചെയ്ത ഒരു സിനിമ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ടോപ്പിൽ കയറി എമ്പുരാന് വരെ താഴെ ഇറക്കാൻ പോകുന്നു. പടം ഇപ്പോ 250 കോടി ക്ലബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഒട്ടും വൈകാതെ മലയാളത്തിലെ ആദ്യത്തെ 300 കോടിയും ഓപ്പൺ ചെയ്യും. ലോക സിനിമ ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം നേടിയിട്ടുള്ളത് 89 കോടിയാണ്. കുറച്ചു ദിവസത്തിനുള്ളിൽ ഹോം സ്റ്റേറ്റിൽ നിന്ന് 100 കോടി കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമയായി ലോക മാറും. സൂര്യ 46 വെങ്കയ്യത്തിലൂർ ഡയറക്ട് ചെയ്യുന്ന സൂര്യ സിനിമയാണ് സൂര്യ 46. പടത്തിന്റെ ഷൂട്ട് ഇപ്പോ ഹൈദരാബാദിൽ നടന്നു വരികയാണ്. പടം ഒരു ഫാമിലി എന്റർടൈനർ ആണ്. ഇപ്പോ സൂര്യ 46ന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോ റെക്കോർഡ് തുകയ്ക്ക് വിറ്റ് പോയിട്ടുണ്ട്. സൂര്യ 46ന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്, അതും 80 കോടിക്ക്. കറുപ്പ് അടുത്തത്തെ റിലീസിനെത്താൻ പോകുന്ന സൂര്യ സിനിമയാണ് കറുപ്പ്. RJ ബാലാജിയാണ് ഡയറക്ഷൻ. പടം ഒരു മാസ് മസാല ആക്ഷൻ കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. അടുത്ത റിലീസ് ആണെങ്കിലും റിലീസ് അടുത്തെങ്ങുമില്ല. നവംബർ റിലീസ് പ്ലാൻ ചെയ്ത പടത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഇഷ്യൂവും ചില പെൻഡിങ് ഷൂട്ടും കാരണം റിലീസ് വീണ്ടും നീങ്ങി. 2026 പൊങ്കലിലേക്ക് മാറ്റിയതായിരുന്നു. എന്നാൽ ഇപ്പൊ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് കറുപ്പ് പൊങ്കലിന് റിലീസ് കാണില്ല. റിലീസ് ഇനിയും വൈകിയേക്കും. ജനനായകൻ ദളപതി വിജയ് നായകനാക്കി വിനോദ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് ജനനായകൻ. ജനുവരി 9 പൊങ്കൽ റിലീസ് ആയിട്ടാണ് പടം വരാൻ പോകുന്നത്. ഇപ്പോ ജനനായകൻ സിനിമയുടെ ഭാഗത്തു നിന്ന് പ്രധാനമായിട്ടും 2 അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് ജനനായകന്റെ ഫസ്റ്റ് സിംഗിളിന്റെ ഭാഗത്തു നിന്നാണ്. പാട്ട് പാടിയിരിക്കുന്നത് ദളപതി തന്നെയാണ്. ഒക്ടോബർ 2 ഫസ്റ്റ് സിംഗിൾ പുറത്തുവിടുമെന്നാണ് ഇപ്പോ അപ്ഡേറ്റ് വരുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ജനനായകൻ ഓഡിയോ ലോഞ്ച്. കോളിവുഡ് സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ആയിരിക്കും ജനനായകൻ സിനിമയുടേത്. ഡിസംബർ 19 മലേഷ്യയിൽ വെച്ചാണ് ഈ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ നടക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ബിഗ് സ്റ്റാർസ് എല്ലാവരും ഈ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു പരിപാടി നടത്താൻ കാരണം ജനനായകൻ ദളപതിയുടെ ലാസ്റ്റ് ഫിലിം എന്ന് അവകാശപ്പെടുന്ന ഒരു പടമാണ്. വിജയ് ഇതിലും വലിയൊരു കർത്തവ്യത്തിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് വിജയ്ക്കൊരു യാത്രയപ്പായി എല്ലാ സ്റ്റാർസും ജനനായകൻ ഓഡിയോ ലോഞ്ചിലേക്ക് പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. വരുന്നവരുടെ ലിസ്റ്റും ഉണ്ട്. കമൽഹാസൻ, അജിത് കുമാർ, സൂര്യ, കാർത്തി, ധനുഷ്, വിക്രം, രവി മോഹൻ, വിജയ് സേതുപതി, അല്ലു അർജുൻ, നമ്മുടെ ലാലേട്ടൻ ഇവരെല്ലാവരും ജനനായകൻ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതേ അപ്ഡേറ്റ് കുറച്ചുനാൾ മുമ്പ് റൂമർ ആയിട്ട് വന്നിരുന്നു. പക്ഷെ ഇപ്പോ ഇത് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. കാര്യം ഇവർക്കെല്ലാം ഇൻവിറ്റേഷൻ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകേഷ് ആമിർ ഖാൻ പടം. ആമിർ ഖാനെ നായകനാക്കി നമ്മുടെ ലോകേഷ് കനകരാജ് ഒരു പടം പബ്ലിക്കായി അനൗൺസ് ചെയ്തിരുന്നു. ലോകേഷ് കനകരാജിന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്ന നമ്മുടെ സൂര്യയെ വെച്ച് ചെയ്യാനിരുന്ന ഇരുമ്പ് കൈ മായാവിയുടെ ഒരു പുതിയ വെർഷനാണ് ഈ ആമിർ ഖാൻ പ്രോജക്റ്റ് എന്ന് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിരുന്നു. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഈ പ്രോജക്റ്റിന്റെ ഡിസ്കഷൻ ഒക്കെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രോജക്റ്റിന്റെ വാല് പിടിച്ചാണ് ആമിർ ഖാനെ ലോകേഷ് കൂലിയിൽ കൊണ്ടുവന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചത് നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്. ആമിർ ഖാൻ സൗത്തിലെ ഏറ്റവും വലിയൊരു ക്യാമിയോ കോമാളിയാക്കി. റോളക്സ് ആവാൻ വന്ന പുള്ളിയെ പിടിച്ച് ഡോമെക്സ് ആക്കി വിട്ട് ഓൾ ഇന്ത്യൻ ലെവൽ വരെ പുള്ളി ഇപ്പൊ വലിച്ചു കീറി. സ്റ്റാർഡും സ്റ്റാർ വാല്യൂ നോക്കാതെ ഏത് തരം പടവും ചെയ്തിരുന്ന ആമിർ ഖാന് കൂലിയിൽ നല്ലോണം പാളിപ്പോയി. ഇപ്പൊ കൂലി എഫക്റ്റ് ആണോ എന്തോ ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്യുന്ന ആമിർ ഖാന്റെ സയൻസ് ഫിക്ഷൻ ബിഗ് ബഡ്ജറ്റ് സൂപ്പർ ഹീറോ പ്രോജക്ട് ഇപ്പോ ഡ്രോപ്പ് ആയി എന്നാണ് അപ്ഡേറ്റ് വരുന്നത്. ലോകേഷ് 7 ലോകേഷ് കനകരാജിന്റെ അടുത്ത പടം. അത് കൈതീറ്റു ആണെന്നാണ് കൂലി റിലീസിന് ഒരു ദിവസം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ കൂലി റിലീസിന് ശേഷം എന്തൊക്കെയോ സംഭവിച്ചു. ലോകേഷ് റെമ്യൂണറേഷൻ കൂടുതൽ വെച്ചതുകൊണ്ട് കൈതീറ്റു മുടങ്ങി എന്നൊക്കെ അപ്ഡേറ്റ് വരാൻ തുടങ്ങി. ഈ അവസാന നിമിഷം പെട്ടെന്ന് ലോകേഷ് കൈതി 2 പകരം രജനി കമൽ പടം ചെയ്യാൻ പോകുന്നതായി അപ്ഡേറ്റ് വന്നു തുടങ്ങി. ആദ്യം നമുക്ക് ഈ രജനി കമൽ പടത്തിനെ പറ്റി പറയാം. ഈ പ്രോജക്റ്റ് പെട്ടെന്നുണ്ടായ ഒരു പ്രോജക്റ്റ് ഒന്നും അല്ല. ഒരു 2 വർഷം മുമ്പേ പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. എന്നാൽ ലോകേഷിന്റെ കറന്റ് ടൈം ലൈനിൽ ഈ പ്രോജക്റ്റ് ഇല്ലായിരുന്നു. പെട്ടെന്ന് കയറി വന്നതാണ്. അതിന് ഒരു കാരണമുണ്ട്. അതിൽ മെയിൻ കാരണം കൂലി തന്നെയാണ്. ഇപ്പൊ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ലോകേഷിന്റെ കമൽ രജനി പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് രാജ് കമൽ ഫിലിംസും സൺ പിക്ചേഴ്സും ചേർന്നാണെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. ഇവിടെയും സൺ പിക്ചേഴ്സും സൂപ്പർ സ്റ്റാറും ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ ഇവർ തമ്മിൽ ചില ഉടമ്പടികളൊക്കെ ഉണ്ട്. ഒരു പടം വർക്ക് ആയില്ലെങ്കിൽ അടുത്ത പടം എടുത്ത് ക്ലിക്ക് ആക്കണം. അങ്ങനെ എന്തോ ആണ് ഇപ്പൊ ഈ പ്രോജക്റ്റിൽ പിന്നിലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രോജക്റ്റ് ഒഫീഷ്യലി കൺഫേംഡ് ആണ്. കമൽഹാസൻ തന്നെ ഇക്കാര്യം ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. ഇനി അറിയേണ്ട ഒരു കാര്യം, എപ്പോ ഇമ്മീഡിയറ്റ് നെക്സ്റ്റോ അതോ കൈതി 2 ശേഷമോ? ആ കാര്യം അറിയാൻ എന്തായാലും അധിക നാള് കാത്തിരിക്കേണ്ടി വരുന്നില്ല. ലോകേഷ് കനകരാജിന്റെ അടുത്ത പടം അനൗൺസ് ചെയ്യാൻ പോവാണ്. ലോകേഷ് കനകരാജ് ഡയറക്ഷനിൽ വരുന്ന 7ാമത്തെ പടത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്ടോബർ 2 ഉണ്ടാവുമെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. ഇനി അറിയേണ്ട ഒരു കാര്യം, അത് കൈതി 2 ആണോ അതോ രജനി കമൽ പടമാണോ എന്ന് മാത്രമാണ്.